നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ഇന്ന് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ അപ്പർ ബാക്കിലും ട്രാപ്സിലും കഴുത്തിലും ഒക്കെ വരുന്ന ഒരു കടുത്ത വേദന. പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ സമയം ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോഴോ ഫോണിലേക്ക് നോക്കിയിരിക്കുമ്പോഴോ ഒക്കെയാണ് ഇത് വരുന്നത്. ഈ ബാഡ് പോസ്ചർ കാരണം നമ്മുടെ മസിലുകൾ കൂടുതൽ പ്രഷർ വരികയും അത് കടുത്ത വേദനയിലേക്ക് മാറുകയും ചെയ്യും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വേദന വെറും ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാം എന്നതാണ്. പലരും വിചാരിക്കുന്നത് മസിൽ ടൈറ്റ്നസ് അതുകൊണ്ട് മാത്രമാണ് ഈ പെയിൻ വരുന്നത് എന്നാണ്. എന്നാൽ അതല്ല സത്യം. മസിലുകളുടെ വീക്ക്നെസ് കൊണ്ടും ഈ വേദന വരാം. അതുകൊണ്ട് ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ആദ്യം മസിലുകളുടെ ടൈറ്റ്നസ് റിലീസ് ചെയ്തു അതിനിടയിൽ തന്നെ നമ്മൾ മസിൽസ് കൂടുതൽ സ്ട്രോങ് ആക്കാനും ഉള്ള വർക്കൗട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതൊന്ന് പരിഗണിക്കണേ. നമ്മുടെ ഫസ്റ്റ് മൂവ്മെന്റ് എന്താണെന്ന് വെച്ചാൽ നെക്ക് സ്ട്രെച്ച് ആണ്. ഇതിനായി ജിമ്മിലെ ഒരു ഫ്ലാറ്റ് ബെഞ്ചിൽ ഇതുപോലെ പ്രോപ്പർ ആയിട്ടിരിക്കുക. ഒരു കൈ കൊണ്ട് ബെഞ്ചിന്റെ സൈഡിൽ നല്ലതുപോലെ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ തല അണ്ടർആമിന് നേരെ ടേൺ ചെയ്ത് പിടിച്ച് താഴേക്ക് പുള്ള് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ പെട്ടെന്ന് വലിച്ചു പിടിക്കരുത്. വളരെ സ്മൂത്ത് ആയിട്ട് വേണം ചെയ്യാൻ. ഓരോ വശത്തും ഒരു 15 മുതൽ 20 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക. ഒരു 3 സെറ്റ്സ് വീതം രണ്ടു വശത്തും മാറി മാറി ചെയ്യുന്നത് നിങ്ങളുടെ കഴുത്തിലെയും അപ്പർ ട്രാപ്പിലെയും ടൈറ്റ്നസ് പെട്ടെന്ന് കുറയ്ക്കാൻ സഹായിക്കും. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫോം റോളർ റിലീസ് ആണ്. നിങ്ങളുടെ അപ്പർ ബാക്കിലെ ടൈറ്റ്നസ് മാറ്റാൻ ഏറ്റവും ബെസ്റ്റ് ടൂൾ ആണ് ഫോം റോളർ. ഫോം റോളർ നിങ്ങളുടെ അപ്പർ ബാക്കിന് താഴേക്കായി വെച്ച് ഇതുപോലെ നല്ലപോലെ റോൾ ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്യുമ്പോൾ ലോവർ ബാക്കിലേക്ക് ഒരുപാട് പോകരുത്. അപ്പർ ബാക്കിൽ മാത്രം ഇത് ഫോക്കസ് ചെയ്യുക. ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ ഇത് ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും മസിലുകൾ നല്ല റിലാക്സേഷൻ നൽകാനും സഹായിക്കും. ഇനി നമ്മൾ ട്രാപ്പ് മസിലുകളെ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിനായി ജിമ്മിലെ സ്മിത്ത് മെഷീൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബാർബെൽ ആവശ്യത്തിന് വെയിറ്റ് ആഡ് ചെയ്തതിനു ശേഷം ബാറിന്റെ അടിയിലായി നിങ്ങൾ ട്രാപ്സ് മസിൽസ് കറക്റ്റ് ആയിട്ട് പ്രസ് ചെയ്ത് നിൽക്കുക. അതിനുശേഷം തല പതുക്കെ താഴേക്ക് പുഷ് ചെയ്യുക. ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ബോഡി പതുക്കെ മൂവ് ചെയ്യുക. ആ മസിൽ നല്ല പോലെ റിലീസ് ചെയ്യുക. ഒരു ഡീപ് ടിഷ്യൂ മസാജ് കിട്ടുന്ന ഫീൽ ആയിരിക്കും ഇത്. ഒരുപാട് പ്രഷർ കൊടുക്കണ്ട. കറക്റ്റ് നിങ്ങളുടെ മസിൽ റിലാക്സ് ആവുന്ന രീതിയിൽ പ്രഷർ കൊടുത്ത് ചെയ്താൽ മതി. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വെറും സ്ട്രെച്ചിങ് കൊണ്ട് മാത്രം വേദന മാറില്ല. മസിലുകൾക്ക് നല്ല സ്ട്രെങ്ത് കൂടി വേണം. അതിനായി നല്ല വെയിറ്റ് 2 പ്ലേറ്റോ ഡംബലോ എടുക്കുക. ഒരു പ്രോപ്പർ ഷ്രെഗ് പൊസിഷനിൽ നിന്ന് തോളുകൾ നല്ലപോലെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. ശ്രദ്ധിക്കുക, തലയും നേരെ തന്നെ വെച്ച് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത വേരിയേഷൻ അതേ ഷ്രെഗ് പൊസിഷനിൽ നിന്നുകൊണ്ട് തല പതുക്കെ മുന്നോട്ട് ബെൻഡ് ചെയ്യുക. ഒപ്പം ഷോൾഡറും മുന്നോട്ട് നന്നായി ബെൻഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ട്രാപ്സും അപ്പർ ബാക്കും നല്ലപോലെ സ്ട്രെച്ച് ആകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. മാക്സിമം സമയം ഈ പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക. ഇത് മസിലുകളെ നല്ലപോലെ റിലീസ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതുപോലെ നെക്ക് പെയിൻ, ട്രാപ്പ് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എക്സസൈസ് എല്ലാം നിങ്ങളുടെ വർക്കൗട്ട് റൂട്ടീനിൽ ആഡ് ചെയ്ത് ശ്രമിച്ചു നോക്കുക. ജിമ്മിൽ പോകുന്നവർക്ക് മാത്രമല്ല, ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കും ഒക്കെ ഫോളോ ചെയ്യാവുന്നതാണ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. സ്റ്റേ ഫിറ്റ്. ബൈ.